XRP ഫാൻ ബോയ്സിന് ഒട്ടും ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് 2026 മുമ്പ് XRP തകരുമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ സൊല്യൂഷൻ ആയിട്ടാണ് XRP അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ ചക്രശ്വാസം വലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. XRPയെ ഒരു ബ്രിഡ്ജ് കറൻസി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മീൻസ് ഒരു താൽക്കാലിക ഇടനില പണം. അതായത് ഇന്ത്യൻ SBI ബാങ്കിൽ നിന്ന് ജർമ്മനിയിലെ ഒരു ബാങ്കിലേക്ക് പണം അയക്കണം. സോ ഇന്ത്യൻ രൂപ XRPയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ജർമ്മനിയിലേക്ക് അയക്കും. ദെൻ അത് യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതെല്ലാം നടക്കുന്നത് സെക്കൻഡുകൾക്കുള്ളിലാണ്. ആൻഡ് ഇതാരും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാറില്ല. സിമ്പിളായി പറഞ്ഞാൽ ഇതിന്റെ ഡിമാൻഡ് ഒരിക്കലും സപ്ലൈയുടെ മുകളിൽ വരാറില്ല. ഹൈപ്പിന് മാത്രമേ ഇതിന്റെ വിലയുയർത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സ്റ്റേബിൾ കോയിൻസ് ആയ USDT പോലുള്ള കോയിനുകൾ XRPയേക്കാൾ ഫാസ്റ്റ് ആൻഡ് ചീപ്പായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് റിപ്പിൾ ലാബ്സ് ആണ് XRPയുടെ ഭൂരിഭാഗം സപ്ലൈയും ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് അത് അവർ തന്നെ വിറ്റ് പണമാക്കിയിട്ടുമുണ്ട്. 6 വർഷത്തിനിടയിൽ അധികമൊന്നും XRPയുടെ പ്രൈസ് മുന്നോട്ട് പോയിട്ടില്ല. ക്രിപ്റ്റോ വളർന്നു, XRP വളർന്നില്ല. എന്താണ് നിങ്ങൾക്ക് XRPയെ കുറിച്ചുള്ള തോട്ട്? തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക.